ഹലോ എവ്രി വൺ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വോയിസ് ആസ് എ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ബിക്വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിട്രിയാണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് യൂനിസ് ഡിസൂസയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ എടുക്കാനായില്ല, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ കുറച്ച് ഡിലേ ആയി, ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ നിങ്ങൾ ഇതിൽ പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ചിലപ്പം അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില നോട്ടിഫിക്കേഷൻസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം അല്ലേ. സോ ബിക്വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിട്രി ചെയ്തിട്ടുള്ളത് യൂനിസ് ഡിസൂസയാണ് കേട്ടോ. അപ്പോൾ യൂനിസ് ഡിസൂസയുടെ ഇയർ എന്ന് പറയുന്നത് 1940 ആണ്. ആൻഡ് അവരൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ് കേട്ടോ. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരിയാണ്, പക്ഷെ അവർ ഇംഗ്ലീഷ് പോയട്രീസൊക്കെയാണ് കൂടുതലായിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവരൊരു നോവലിസ്റ്റും ആൻഡ് ഒരു ലിറ്റററി ക്രിറ്റിക്കും കൂടെയാണ്. ഓക്കെ, പിന്നെ അവർ ഒരുപാട് ബുക്സ് എഴുതിയിട്ടുള്ളത് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അതുകൂടാതെ അവരൊരു ആക്ടറും അതുപോലെ തന്നെ ഡയറക്ടറും കൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ യൂനിസ് ക്രിസ്ത്യാനിറ്റിയുടെ റിജിഡ് ഓർത്തഡോക്സ് ട്രഡീഷൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോം നോക്കാം. അപ്പോൾ ഇതിൽ യൂനിസ് പറയുന്നത് എല്ലാ കത്തോലിക് ഹോംസിലും ഒരു പിക്ചർ ഉണ്ടാവും. ആരുടെ പിക്ചറാണത്? ക്രൈസ്റ്റിൻ്റെ പിക്ചറാണ് കേട്ടോ. അപ്പോൾ അതിൽ ക്രൈസ്റ്റിൻ്റെ ഒരു ബ്ലീഡിങ് ഹാർട്ട് കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, അതാണ് ആ പിക്ചർ. പിന്നീട് യൂനിസ് പറയുന്നത്, യൂനിസ് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ആ ഒരു കാര്യം എത്ര ഹോറിബിളാണെന്ന്. ഓക്കെ, ആ ഒരു ബ്ലീഡിങ് ഹാർട്ട് പിടിച്ചിട്ട് ആ ഒരു ക്രൈസ്റ്റ് നിൽക്കുന്ന ആ ഒരു പിക്ചർ കാണുമ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ വളരെ ഹോറിബിളായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. ആർക്ക്? യൂനിസിന്. പിന്നീട് യൂനിസ് പറയുന്നുണ്ട്, യൂനിസ് ഒരു വ്യക്തിയുടെ ഒരാളുടെ അടുത്ത് മാത്രമേ അവരുടെ ഈ രഹസ്യങ്ങളൊക്കെ കൈമാറാത്തതായിട്ടുള്ളൂ. അത് അവരുടെ ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്താണ് കേട്ടോ. സോ ആ ഒരു ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്ത് മാത്രമാണ് യൂനിസ് ഇങ്ങനെ ഒരു രഹസ്യം പോലും പറയാത്തതായിട്ടുള്ളത്. പിന്നീട് യൂനിസ് പറയുന്ന ഇതാണ്, ചില ആളുകൾ പറയുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം എന്നാണ്. എന്നാൽ ചിലർ പറയുന്നത് അതൊന്നും അങ്ങനെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു വേണ്ട, അങ്ങനെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ അവന് പറയുന്നത് ഇങ്ങനെയാണ്, കാര്യങ്ങൾ വരുന്നത് പോലെ അങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തൊരു കാര്യമായാലും അതിനെ അതുപോലെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ കയ്യിലേക്ക് എങ്ങനെയാണോ ഓരോരോ കാര്യങ്ങൾ വരുന്നത് അതിനെ അതുപോലെ അങ്ങോട്ട് ആക്സെപ്റ്റ് ആക്കുക എന്നാണ് അവന് പറയുന്നത് എന്നാണ് യൂനിസ് പറയുന്നത്. പിന്നീട് യൂനിസ് പറയുന്നുണ്ട്, അവരെപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, അതായത് അവർ ഒരു വൈസ് വുമൺ ആയിരുന്നെങ്കിൽ, അതായത് വളരെ ബുദ്ധിയൊക്കെയുള്ളൊരു വിമൺ ആയിരുന്നെങ്കിൽ, മാത്രമല്ല വിമൺ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ആവാനായിട്ട് ആർക്ക് ആഗ്രഹമുണ്ട്? ഈ ഒരു യൂനിസിന് ആഗ്രഹമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഒരു ഫ്ലവർ, ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഒരു ചൈൽഡിൻ്റെ അടുത്ത് എങ്ങനെയാണ് പറയുന്നത്, അതായത് അവരെ ആ ഒരു ഫ്ലവറിനെ പിടിക്കൂ എന്ന് ഒരു ചൈൽഡിൻ്റെ അടുത്ത് പറയണം ആ ഫ്ലവർ. ഓക്കെ, സോ ആ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഒരു ചൈൽഡിൻ്റെ അടുത്ത് പറയാണ്, എന്നെ ഒന്ന് പിടിക്കൂ എന്ന് പറയുന്ന പോലെ. അതായത് അങ്ങനെ ആ ഒരു എംപ്റ്റി വീലാണ് ചിരിക്കാനായിട്ട് താല്പര്യം. അതായത് ഒരു ശരിയായ ഒരു ഉള്ളു തുറന്നിട്ടുള്ള ചിരിയല്ല അത്, അല്ലേ? ആ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഒരു ചൈൽഡിൻ്റെ അടുത്ത് പറയാണ്, എന്നെ ഒന്ന് പിടിക്കൂ അല്ലെങ്കിൽ എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ആക്ച്വലി അവിടെ ഹാപ്പി അല്ല എന്നുള്ളതാണ്. സോ നമുക്കറിയാം, ഫ്രഷ് ഫ്ലവേഴ്സിനെയാണല്ലോ എല്ലാവർക്കും ഇങ്ങനെ പറിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് ഉദ്ദേശിക്കാനുള്ള കാരണം. സോ ഒരു പ്ലാസ്റ്റിക് ഫ്ലവറിന് അത്ര സന്തോഷമൊന്നുമില്ല. ആൻഡ് അത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, ഹാർട്ട് തുറന്നിട്ടല്ല ചിരിക്കുന്നത്, പക്ഷേ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് ആ ഒരു ചൈൽഡിൻ്റെ അടുത്ത് പറയുകയാണ്, എന്നൊന്ന് പിടിക്കൂ എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ഫേക്ക്
സ്മൈൽ ചെയ്യാനായിട്ടാണ് ആർക്ക് താല്പര്യം, ഈ ഒരു റൈറ്ററിന് താല്പര്യം. ഓക്കെ, പിന്നീട് ഇവിടെ യൂനിസ് പറയുന്നത് അവർക്കും ഒരു ചാരിറ്റി ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ക്രൈസ്റ്റ് ഒരു ചാരിറ്റി എന്നുള്ള രീതിയിലാണല്ലോ ആ ഒരു ബ്ലീഡിങ് ഹാർട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ യൂനിസിനും ഒരു ചാരിറ്റി അവൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് ചില ആളുകളൊക്കെ കിഡ്നി കൊടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹാർട്ട് അവൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അത് ആർക്ക് കൊടുക്കാനായിട്ടാണ് താല്പര്യം? അതൊരു എനിമിക്ക് കൊടുക്കാനായിട്ടാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോമിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോമാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്താൽ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കോമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതെനിക്ക് തരുന്നൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ബെനിഫിറ്റ് തോന്നുവാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. സോ യാ, താങ്ക് യു.